ഈ കഥ നടക്കുന്നത് 150 വർഷങ്ങൾക്ക് മുൻപാണ്. വർഷം 1864 ഡെൻമാർക്ക് എന്ന രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. അപ്പോൾ ജോൺ എന്ന നമ്മുടെ കഥാനായകനായ ഡെൻമാർക്ക് സ്വദേശിയായ പട്ടാളക്കാരൻ തന്റെ സഹോദരൻ പീറ്ററിനോടൊപ്പം ഡെൻമാർക്ക് വിട്ട് അമേരിക്കയിലേക്ക് പോവുകയാണ്. ജോണിന് ഭാര്യയും 3 വയസ്സുള്ള മകനുമുണ്ട്. എന്നാൽ അവരെ ജോണിന് ഡെൻമാർക്കിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂട്ടാനേ സാധിച്ചിട്ടില്ല. ജോണിനും പീറ്ററിനും അമേരിക്കയിൽ ഇപ്പോൾ കൃഷിയാണ്. അമേരിക്കയിലുള്ള ആർക്കും ഇവര് രണ്ടുപേരും പണ്ട് പട്ടാളത്തിലാണ് ഉണ്ടായത് എന്ന കാര്യം അറിയത്തില്ല. നാട്ടുകാരുടെ വിചാരം ഇവര് രണ്ടുപേരും സാധാരണക്കാരെ കർഷകരാണ് എന്നാണ്. അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് സാമ്പത്തികമായി അത്യാവശ്യം സ്റ്റേബിൾ ആയപ്പോൾ ജോൺ വർഷം 1871 അഥവാ 7 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യയും മകനെയും അമേരിക്കയിലേക്ക് വരുത്തുകയാണ്. അപ്പോൾ ഇവിടെ ജോണും പീറ്ററും ജോണിന്റെ ഭാര്യയും മകനെയും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് കാണാം. ട്രെയിന് കണ്ടപ്പോൾ തന്നെ ജോണിന് ഭയങ്കര സന്തോഷമായി. കാരണം 7 വർഷങ്ങൾക്ക് ശേഷമാണ് ജോൺ തന്റെ ഭാര്യയും മകനെയും കാണാനേ പോകുന്നത്. അപ്പോൾ ഇതാണ് ജോണിന്റെ ഭാര്യ മേരിയും അവരുടെ 10 വയസ്സുള്ള മകൻ ക്രിസ്റ്റനും. മോനെ, ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ മകന് അമ്മ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവസാനമായി അച്ഛനെ കണ്ടത് തന്റെ 3 വയസ്സിലാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ കൂടുതൽ ഓർമ്മകളൊന്നും ഈ മകനില്ല. എന്തായാലും അച്ഛനെ ഇപ്പോൾ കണ്ടപ്പോൾ മകനും ഒരുപാട് സന്തോഷമായി. ശേഷം പീറ്ററിനെ അവര് കാണുകയാണ്. പീറ്റർ അവരെ അമേരിക്കയിലേക്ക് സ്വാഗതം ചെയ്തു. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള കുതിര വണ്ടിയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പീറ്റർ പറഞ്ഞപ്പോൾ അപ്പോൾ താങ്കൾ വരുന്നില്ല എന്ന് മേരി ചോദിക്കുകയാണ്. ജോൺ പറയാണ് അവൻ ഇവിടെ ടൗണിൽ ചില ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് അവന് കുറച്ച് കഴിഞ്ഞേ വരൂ. അങ്ങനെ അവർ അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള കുതിര വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ജോണിന്റെ ഭാര്യക്കും മകനും ഇംഗ്ലീഷ് ഭാഷ അറിയത്തില്ല. അവർക്ക് ആകെ ഡാനിഷ് ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അവർ കുതിരവണ്ടിയിൽ കയറിയ സമയത്ത് അതിൽ നല്ല സ്വഭാവമുള്ള ഒരു അമേരിക്കൻ ദമ്പതികളായിരുന്നു ഉണ്ടായത്. ആ സ്ത്രീ മേരിയോട് ഇംഗ്ലീഷിൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അവളും എന്റെ മകനും ഡെൻമാർക്കിൽ നിന്ന് ഇന്ന് വന്നതാണ് എന്ന് ജോൺ ഇംഗ്ലീഷിൽ പറയുകയാണ്. ജോണിന്റെ ഇംഗ്ലീഷ് കേട്ടപ്പോൾ ഭാര്യ ജോണിനോട് പറയാണ്, നീ നന്നായി ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ, ശരിക്കും അമേരിക്കക്കാർ പറയുന്നത് പോലെ തന്നെയുണ്ട്. അങ്ങനെ അവര് നല്ല സന്തോഷത്തിലാണ്. പക്ഷെ ഇനിയാണ് കഥയുടെ ടേണിംഗ് പോയിന്റ്. ഇവരുടെ കുതിര വണ്ടിയുടെ കഥക് 2 പേര് വന്ന് തുറക്കുകയാണ്. എന്നിട്ട് ആ ദമ്പതികളോട് പറയാണ്, ഇത് ഞങ്ങളുടെ സീറ്റാണ്, നിങ്ങളുടെ കൗച്ച് അപ്പുറത്തെ വണ്ടിയിലാണ്. സോറി സാർ, ഞങ്ങൾ ഈ വണ്ടിക്കാണ് പേയ്മെന്റ് ചെയ്തത്. അപ്പോൾ അവര് പറയാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മര്യാദക്ക് അപ്പുറത്തെ വണ്ടിയിൽ കയറുന്നതാണ് നല്ലത്. അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് വാ വെറുതെ തർക്കിക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവര് 2 പേരും ആ കുതിര വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഇവന്മാര് 2 പേരും അതിൽ കയറുകയാണ്. അപ്പോൾ ഇവന്റെ പേര് പോൾ എന്നാണ്, അതേപോലെ ഇങ്ങേരുടെ പേര് ലെസ്റ്റർ എന്നുമാണ്. ഇവന്മാരെ കണ്ടാലേ അറിയാം വൃത്തികെട്ടവന്മാരാണ് എന്ന്. കേറിയപ്പോൾ തന്നെ പോൾ ജോണിന്റെ ഭാര്യ മേരിയെ വളരെ വൃത്തികെട്ട രീതിയിൽ നോക്കുന്നത് കാണാം. ജോൺ അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ജോൺ അവരെ ചോദ്യം ചെയ്യാനൊന്നും നിന്നിട്ടില്ല. കാരണം ജോണിന് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. തന്റെ കുടുംബമായി ഒന്നിച്ച് സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങണം, അതാണ് ജോണിന്റെ ലക്ഷ്യം. അങ്ങനെ അവരുടെ യാത്ര ആരംഭിച്ചു. മണിക്കൂറുകളോളം യാത്ര ചെയ്യണം, എന്നാലേ ജോണിന്റെ വീടുള്ള സ്ഥലത്ത് എത്തുകയുള്ളൂ. അപ്പോൾ അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ വീടിനെ കുറിച്ചൊക്കെ മകൻ ജോണോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോൺ മകനോട്, മോനെ, അച്ഛന് ഒരു അടിപൊളി റൂം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വൈകുന്നേരമായാലേ മോനെ അച്ഛന് ഹണ്ടിങ്ങിന് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം മേരി ഉറങ്ങുകയാണ്. ഇപ്പോഴും പോൾ വളരെ വൃത്തികെട്ട രീതിയിൽ മേരിയെ തന്നെ നോക്കുന്നത് ജോൺ കാണുന്നുണ്ട്. അതേപോലെ ഇവന്മാര് 2 പേരാണെങ്കിലും മദ്യപിക്കുന്നുമുണ്ട്. പോൾ ജോണിനോട് പറയാണ്, സോ സോറി, ഞങ്ങളുടെ മദ്യപാനം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ 2 പേരും മദ്യപിച്ചിട്ട് 3 വർഷമായി. 3 വർഷത്തിനു ശേഷമാണ് നമ്മൾ മദ്യപിക്കുന്നത്. ജയിലിലായിരുന്നു കഴിഞ്ഞ 3 വർഷം. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് പോൾ താൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം മേരിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു കവിൾ കുടിക്ക് എന്ന് മേരിയോട് പറഞ്ഞു. എന്നാൽ മേരി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പോൾ ഇംഗ്ലീഷിൽ, ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, ഡ്രിങ്ക് ഓഫർ ചെയ്താൽ എന്ത് വന്നാലും അത് കുടിച്ചിരിക്കണം, കുടിക്ക് മാഡം. അപ്പോൾ ജോൺ മേരിയോട്, മേരി നീ ഒരു കവിള് കുടിച്ചോ, ഇത് ഇവിടുത്തെ ട്രഡീഷൻ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മേരി അത് വാങ്ങി ഒരു കവിള് കുടിച്ചിട്ട് തിരിച്ചു കൊടുത്തു. അതിനുശേഷം പോൾ തന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണ്. എന്റെ ഭാര്യ, അവള് ഭയങ്കര സുന്ദരിയാണ്, പക്ഷെ അവൾക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞത് അവൾ അനുസരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ തന്നെയാണ് അവളുടെ നാവ് വെട്ടിമാറ്റിയത് എന്നൊക്കെ പോൾ ജോണിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ജോണിന് ഒരു കാര്യം മനസ്സിലായി, ഇവ മഹാവൃത്തികെട്ടവനാണ് എന്ന്. ഇവന് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ മേരിക്കും മകനും അവൻ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം പോൾ മേരിയോട് സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ ജോൺ അവനോട് പറയാണ്, അവൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറയാം. പോൾ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല.
ഇപ്പോഴും അവന്റെ നോട്ടം മേരിയുടെ മേൽ തന്നെയാണ്. ഇനിയാണ് അവന്റെ തനി രൂപം പുറത്തു വന്നത്. സ്വയം കൺട്രോൾ ചെയ്യാനാവാതെ അവൻ മേരിയുടെ വസ്ത്രം പൊക്കി മേരിയെ വളരെ വൃത്തികെട്ട രീതിയിൽ തൊടുകയാണ്. സർ പ്ലീസ് ഒരു പ്രശ്നമാക്കരുത്, അവളുടെ ദേഹത്തുനിന്ന് കൈ എടുക്കുമെന്ന് ജോൺ അവനോട് പറഞ്ഞപ്പോൾ, ഓഹ് നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നീ എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രമൊക്കെ ആയോ? നിനക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും അറിയത്തില്ല എന്നൊക്കെ പോൾ പറയുന്നുണ്ട്. ഇതേ സമയം ലെസ്റ്റർ തോക്കെടുത്ത് ജോണിന്റെ നേർക്ക് ചൂണ്ടുകയും ചെയ്തു. അതിനുശേഷം പോൾ മേരിയെ ബലമായി പിടിച്ച് തന്റെ മടിയിലിരുത്തി വളരെ വൃത്തികെട്ട രീതിയിൽ സ്പർശിക്കുകയാണ്. ഇവളെ ഞാൻ നിന്റെ മുന്നിൽ വെച്ച് തന്നെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ മേരിയുടെ വസ്ത്രം കീറുകയാണ്. ഈ സമയം ഡാനിഷ് ഭാഷയിൽ മേരിയോട് ജോൺ അവന്റെ ചെവിയിൽ കടിക്കാനായി പറയുകയാണ്. അങ്ങനെ മേരി പോളിന്റെ ചെവിയിൽ ബലമായി കടിച്ചു. ഈ സമയം ജോൺ ലെസ്റ്ററിന്റെ കയ്യിൽ ചവിട്ടി അവന്റെ തോക്ക് ജോൺ കൈക്കലാക്കി. എന്നിട്ട് അവന്മാർക്ക് നേരെ ജോൺ തോക്ക് ചൂണ്ടുകയാണ്. പക്ഷെ ഇവന്മാരുടെ കയ്യിൽ ഒരു തോക്ക് കൂടിയുണ്ട്. ആ തോക്ക് നിലത്ത് വീണതായി ജോൺ കണ്ടു. ജോൺ ആ തോക്ക് തന്റെ മകനോട് എടുക്കാനായി പറഞ്ഞു. അതേപോലെ അതെടുത്ത് നിലത്ത് തന്നെ ലേ ഡൗൺ ചെയ്യാനായിട്ട് മകനോട് ജോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മകൻ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ സമയത്ത് ഈ ലെസ്റ്റർ മകനെ പിടിച്ചു വെച്ച് മകന്റെ കഴുത്തിൽ കത്തി വെക്കുകയാണ്. ഈ സമയം പോളും തന്റെ കൈവശമുള്ള മറ്റു 2 തോക്ക് കൂടി എടുത്തു. എന്നിട്ട് ജോണിന്റെ നേർക്കും മേരിയുടെ നേർക്കും ചൂണ്ടി. ജോണിനോട് തോക്ക് താഴ്ത്താനായിട്ടും പറഞ്ഞു. അതേപോലെ കുതിരവണ്ടിയുടെ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് ചാടാനായിട്ടും അവര് ജോണിനെ ഭീഷണിപ്പെടുത്തി. ജോൺ അവരോട് കരണ്ടുകൊണ്ട് പ്ലീസ് അവരെ വെറുതെ വിട് പ്ലീസ് എന്നൊക്കെ ജോൺ കെഞ്ചി പറഞ്ഞെങ്കിലും ഈ സമയത്ത് പോൾ പെട്ടെന്ന് ജോണിനെ കുതിരവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയാണ്. ഓടുന്ന വണ്ടിയിൽ നിന്ന് താഴെ വീണത് കൊണ്ട് തന്നെ ജോണിന്റെ കാലിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. എന്നാലും ജോൺ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം വേഗതയിൽ ആ വണ്ടിയുടെ പിന്നാലെ ഓടുകയാണ്. എന്നാൽ ഓടുന്ന സമയത്ത് ജോണിന്റെ ബാലൻസ് തെറ്റി ജോൺ കാല് തെറ്റി വീണു. വണ്ടി ഒരുപാട് ദൂരെ എത്തി. എന്നാലും ജോൺ നിർത്താതെ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ജോൺ ഓടുകയാണ്. അങ്ങനെ ഒരുപാട് സമയമാണ് ജോൺ ഓടിയത്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജോൺ തന്റെ മകനെ അവിടെ വലിച്ചെറിഞ്ഞതായി കണ്ടു. അതായത് അവര് ജോണിന്റെ മകനെ കൊന്ന് വണ്ടിയുടെ പുറത്തേക്ക് തള്ളിയിട്ടതാണ്. അങ്ങനെ മരണപ്പെട്ടു പോയ തന്റെ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജോൺ പൊട്ടിക്കരയുകയാണ്. അതിനുശേഷം ജോണിന്റെ മകനെയും എടുത്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരു സ്ഥലം എത്തിയപ്പോൾ വഴിയോരത്ത് ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ജോൺ കണ്ടു. അത് വേറെ ആരുമല്ല, അവര് യാത്ര ചെയ്തിരുന്ന കുതിരവണ്ടി ഓടിച്ച ആളായിരുന്നു. അവരെയും ആ ക്രൂരന്മാര് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ കുതിരവണ്ടി ഓടിക്കുന്ന ആളുടെ കയ്യിലും തോക്കുണ്ട്. അങ്ങനെ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കൈവശമുള്ള തോക്ക് ജോൺ എടുക്കുകയാണ്. മരണപ്പെട്ടു പോയ തന്റെ മകനെ അവിടെ നിലത്ത് സേഫായി കിടത്തിയതിനു ശേഷം ജോൺ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ നടക്കുകയാണ്. അപ്പോൾ ദാ അവര് സഞ്ചരിച്ചു കൊണ്ടിരുന്ന കുതിരവണ്ടി ജോൺ കണ്ടു. ജോൺ അവിടെ കണ്ട കാഴ്ച എന്തെന്ന് വെച്ചാല് കുതിരവണ്ടിയുടെ അകത്തുനിന്ന് ജോണിന്റെ ഭാര്യയെ പോള് പീഡിപ്പിക്കുന്നു. അതിന്റെ പുറത്ത് കാവലായിട്ട് ലെസ്റ്റർ നിൽക്കുന്നു. ജോൺ ഒന്നും നോക്കിയിട്ടില്ല. ആദ്യം തന്നെ കാവൽ നിൽക്കുന്ന ലെസ്റ്ററിന്റെ തലയിൽ വെടിവെച്ചുകൊണ്ട് ഒറ്റ ഷോട്ടിൽ അവനെ കൊന്നുകളഞ്ഞു. വെടിവെച്ച് കേട്ടപ്പോൾ വണ്ടിയുടെ അകത്തുനിന്ന് ഇറങ്ങി ഓടുകയാണ്. പ്ലീസ് എന്നെ കൊല്ലല്ലേ, നിന്റെ ഭാര്യയെ ഞാൻ കൊന്നിട്ടില്ല, അവൾക്ക് ജീവനുണ്ട് എന്നൊക്കെ ഈ നാണം കെട്ടവൻ ജോണോട് പറയുകയാണ്. ജോൺ അവനോട് ഒരുപാട് തവണ കെഞ്ചിയതാണ് അവരെ വെറുതെ വിടാനായിട്ട്. അപ്പോൾ അവൻ കേട്ടില്ല. ഇനി എന്തായാലും അവനോട് ജോൺ ക്ഷമിക്കാനായി പോകുന്നില്ല. പോളിനെ ജോൺ ഒറ്റ വെടിയിലല്ല കൊന്നത്. ആദ്യം കാലുകളിൽ വെടിവെച്ചു, പിന്നെ കൈകളിൽ വെടിവെച്ചു. അങ്ങനെ അവനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചുകൊണ്ട് ക്രൂരമായി തോക്കിന്റെ ബുള്ളറ്റ് തീരുന്നത് വരെ ജോൺ വെടിവെച്ചുകൊണ്ടേ നിന്നു. അങ്ങനെയാണ് ജോൺ പോൾ എന്ന ക്രൂരനായ ജോണിന്റെ സ്വപ്നങ്ങൾ തകർത്തവനെ കൊന്നുകളഞ്ഞത്. ഇനി സങ്കടകരമായ കാര്യം, ക്രൂരമായ പീഡനത്തിന് ഇരയായ ജോണിന്റെ ഭാര്യയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് അധിക സമയം നീണ്ടു നിന്നില്ല. മേരിയും മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ 2 കുതിരപ്പുറത്തായിട്ട് ജോൺ കൊല്ലപ്പെട്ട് തന്റെ മകനെയും ഭാര്യയും കൊണ്ട് താൻ അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ സ്വപ്നം കണ്ട ആ വീട്ടിലേക്ക് പോവുകയാണ്. ജോണിന്റെ സഹോദരൻ പീറ്റർ അവിടെ വന്നപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച കിടക്കയിൽ മരണപ്പെട്ട് കിടക്കുന്ന ജോണിന്റെ ഭാര്യയും മകനെയുമാണ്. അവരുടെ അടുത്തിരുന്നു കൊണ്ട് ജോൺ സങ്കടത്തോടെ കരയുന്നു. ജോൺ, ആരാണിത് ചെയ്തത്? ഞാൻ അവന്മാരെ ഇപ്പോൾ തന്നെ ചെന്ന് തീർത്തു കളയാം എന്ന് പീറ്റർ പറഞ്ഞപ്പോൾ എനിക്ക് അവർ ആരാണെന്ന് അറിയത്തില്ല. അവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവരെ ഞാൻ കൊന്നുകളയുകയും ചെയ്തു എന്നും പീറ്ററിനോട് ജോൺ പറയുകയാണ്. അതിനുശേഷം ജോൺ പൊട്ടിക്കരയുകയാണ്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കാം, 7 വർഷമായി ജോൺ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ആ ദിവസം ഇങ്ങനെ ഒരു ദുരന്തമായി മാറി. ഓക്കെ, ഇനി ജോൺ കൊന്നുകളഞ്ഞ പോൾ എന്ന ആ വൃത്തികെട്ടവൻ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ നാട് ഭരിക്കുന്നത് ഡെലാറിയോ എന്ന വളരെ ക്രൂരനായ ഒരു കേണലാണ്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു സഹോദരനാണ് പോള്. ആ പോളിനെയാണ് ജോൺ കൊന്നുകളഞ്ഞത്.
അപ്പോൾ ഇവിടെ തന്റെ സഹോദരന്റെ ഡെഡ് ബോഡി കാണാനായി ഡെലാരിയോ വന്നതായി കാണാം. അദ്ദേഹം മേയറിനോടും ഓഫീസേഴ്സിനോടും ആരാണ് ഇത് ചെയ്തത്, ആരാണ് എന്റെ സഹോദരനെ ഇത്രയും ക്രൂരമായി വെടിവെച്ച് കൊന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവര് പറയാണ്, ആരും കൊലയാളിയെ കണ്ടിട്ടില്ല. പോളും ലെസ്റ്ററും മാത്രമല്ല കൊല്ലപ്പെട്ടത്, അവര് യാത്ര ചെയ്ത കുതിരവണ്ടി ഓടിച്ചിരുന്ന ആളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ വിശദീകരണമല്ല വേണ്ടത്, എനിക്ക് ആരാണ് കൊന്നത് എന്നാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് ഞാൻ 2 മണിക്കൂർ സമയം തരാം. അതിനുള്ളിലായിട്ട് കൊലയാളിയെ കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ എത്തിക്കണമെന്ന് ഓഫീസറിനോട് ഡെലോറിയോ പറയുകയാണ്. 2 മണിക്കൂറിനുള്ളിലായിട്ട് കൊലയാളിയെ കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ എന്റെ സഹോദരന് വേണ്ടി ബലി കൊടുക്കാനായി 2 പേര് തയ്യാറായി വരണം. ഇതാണ് എന്റെ കൽപ്പന എന്ന് പറഞ്ഞുകൊണ്ട് ഡെലോറിയോ ചെല്ലുകയാണ്. അപ്പോൾ എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞു. അവർക്ക് കൊലയാളിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ നാട്ടിലെ 2 പേരെ അവര് പിടിച്ച് ഡെലോറിന്റെ മുന്നിൽ എത്തിക്കണം, അങ്ങേർക്ക് കൊല്ലാൻ വേണ്ടി. അപ്പോൾ ഇവന്റെ പേരാണ് വോയ്ചേക്ക്. വോയ്ചേക്കിന്റെ മുത്തശ്ശിയാണ് ഇത്. പുള്ളിക്കാരി ജീവൻ കൊടുക്കാൻ തയ്യാറായി. മുത്തശ്ശി പ്ലീസ്, എനിക്ക് മുത്തശ്ശി ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോയ്ചേക്ക് പൊട്ടിക്കരയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി പറയാണ്, എനിക്ക് പ്രായമായി, എന്തായാലും ഞാൻ പോകാൻ സമയമായി. അത് കുറച്ച് നേരത്തെ ആയാലും പ്രശ്നമൊന്നുമില്ല. സോ ഇവിടെ അവര് മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് ഡെലാറിയന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് കാണാം. അതേപോലെ ഒരു പാവം 2 കാലുകളില്ലാത്ത ആളെയും അവര് പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. പ്ലീസ് എന്നെ ഒന്നും ചെയ്യലേ എന്നൊക്കെ പറഞ്ഞ് ആ പാവം കരയുന്നുണ്ട്. അവന്റെ കരച്ചിൽ കേട്ട് ദേഷ്യം പിടിച്ച് ഡെലാറിയോ ആദ്യം തന്നെ 2 വെടിവെച്ച് അവനെ കൊന്നുകളഞ്ഞു. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ്. മുത്തശ്ശി ഡെലാറിയനോട് പറയാണ്, നിന്റെ ക്രൂരമായ ഈ മനസ്സിന് ദൈവം നിന്നോട് എന്തായാലും ചോദിക്കും. അപ്പോൾ തന്നെ മുത്തശ്ശിയും ഡെലാറിയോ വെടിവെച്ച് കൊന്നുകളഞ്ഞു. മരണപ്പെട്ട തന്റെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് വോയ്ചേക്ക് പൊട്ടിക്കരയുന്നത് കാണാം. പക്ഷെ 2 പേരെ കൊന്നിട്ടും ഡെലാറിയോക്ക് സമാധാനമായിട്ടില്ല. അവിടെ ഒരു ദമ്പതികൾ നിൽക്കുന്നത് കാണാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് വിസ്ലസ് എന്നാണ് ഇവരുടെ പേര്. അങ്ങനെ ആ ഭർത്താവിനും ഡെലാറിയോ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഭാര്യ മിസ്സിസ് വിസ്ലർ അത് കണ്ട് കൊല്ലപ്പെട്ട ഭർത്താവിന്റെ മേൽ വീണ് സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. പക്ഷെ ഇത്രയും ക്രൂരത ചെയ്തിട്ടും ഡെലാറിയോക്ക് മതിയായിട്ടില്ല. ഡെലാറിയോക്ക് ഒരു സമാധാനം വന്നിട്ടില്ല. ആ നാട്ടിൽ കച്ചവടം ചെയ്യുന്ന എല്ലാവരും ഡെലാറിയോക്ക് മാസം റെന്റ് കൊടുക്കുന്ന പോലെ പൈസ കൊടുക്കണം. $80 ആണ് എല്ലാവരും ഡെലാറിയോക്ക് എല്ലാ മാസവും കൊടുക്കേണ്ടത്. എന്നാൽ ഇനി മുതൽ അത് ഡബിൾ $160 ആയിരിക്കുമെന്നും അവരോട് എല്ലാവരോടും ഡെലാറിയോ പറയുകയാണ്. നാട്ടുകാർക്ക് അതൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് വലിയൊരു തുക തന്നെയാണ്. എന്നാൽ ആ നാട്ടുകാരും തന്നെ ഡെലാറിയെ ചോദ്യം ചെയ്യാനോ അത് എതിർക്കാനോ നിന്നിട്ടില്ല, കാരണം അവർക്ക് അതിനുള്ള ധൈര്യമില്ല. അവരെല്ലാവരും അതിന് സമ്മതിച്ചു. എന്റെ സഹോദരനെ കൊന്ന കൊലയാളിയെ നിങ്ങൾ കണ്ടെത്തിയാല് നിങ്ങളുടെ റെന്റ് പഴയതുപോലെ $80 ആയിട്ട് തന്നെ ഞാൻ ആക്കുമെന്നും ഡെലാറിയോ നാട്ടുകാരോട് പറയുകയാണ്. ഇപ്പോൾ പോളിനെ കൊന്ന കൊലയാളിയെ കണ്ടെത്തൽ ഡെലാറിയന്റെ മാത്രം ആവശ്യമല്ല, ആ നാട്ടുകാരുടെയും കൂടി ആവശ്യമാണ്. എന്നാൽ മാത്രമേ അവരുടെ വാടക കുറച്ചു കിട്ടൂ. സോ ഇവിടെ പീറ്ററിന്റെ സഹായത്തോടെ ജോൺ തന്റെ ഭാര്യയും മകനെയും അടക്കം ചെയ്യുന്നതായി കാണാം. അതേപോലെ ഇവിടെ ജോൺ കൊന്ന പോളിനെയും അടക്കം ചെയ്തു. സോ ഇതാണ് പോളിന്റെ ഭാര്യ. പുള്ളിക്കാരുടെ നാവാണ് പോള് വെട്ടിമാറ്റിയത്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് സംസാരിക്കാനാവത്തില്ല. മെഡലേന എന്നാണ് പുള്ളിക്കാരുടെ പേര്. പോളിന്റെ മരണത്തിന് ശേഷം പോളിന്റെ സുന്ദരിയായ ഭാര്യയെ ഡെലാറിയോ നോട്ടമിട്ടിട്ടുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ ഡെലാറിയോ മെഡലേനയുടെ അടുത്ത് വന്നിട്ട്, ഇനി മുതൽ നിന്നെ ഞാൻ നോക്കിക്കോളാം, നീ എന്റെ ഭാര്യയായി കൂടെ കിടന്നു തന്നാൽ മതി എന്നൊക്കെ ഡെലാറിയോ പറയുകയാണ്. പുള്ളിക്കാരി ചുണ്ടിൽ കൈവച്ചുകൊണ്ട് അവനോട് മിണ്ടാതെ പോകാനായി ആക്ഷൻ കാണിക്കുകയാണ്. അങ്ങനെ ഡെലാറിയോ ചെന്നു. സോ ഇവിടെ ആ നാട്ടിലേക്ക് എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കൊലയാളിയായ ജോൺ എത്തുകയാണ്. കൂടെ സഹോദരൻ പീറ്ററുമുണ്ട്. പീറ്റർ അവിടെ വോയ്ചേക്കിന്റെ കടയിലേക്ക് പോവുകയാണ്. തോക്കും ആയുധങ്ങളൊക്കെ വിൽക്കുന്ന കടയാണത്. നിന്റെ മുത്തശ്ശി എവിടെ എന്ന് പീറ്റർ ചോദിച്ചപ്പോൾ വോയ്ചേക്ക് പറയാണ്, ഡെലാറിയോ എന്റെ മുത്തശ്ശിയെ വെടിവെച്ചു കൊന്നു. അദ്ദേഹത്തിന്റെ സഹോദരനെ ആരോ കൊന്നുകളഞ്ഞു. ആ കൊലയാളിയെ കിട്ടാത്തത് കൊണ്ടാണ് അവൻ എന്റെ മുത്തശ്ശിയെ വെടിവെച്ചു കൊന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പീറ്ററിന് മനസ്സിലായി ജോൺ കൊന്നത് ഡെലാറിയോന്റെ സഹോദരനെയാണ് എന്ന്. സോ ഇവിടെ ജോണും പീറ്ററും ആ നാട് വിട്ട് വെസ്റ്റ് ഭാഗത്തേക്ക് മാറാനായി തീരുമാനിച്ചു. ഈ നാടിനി സേഫ് അല്ല. അപ്പോൾ അതിനായി ജോൺ തന്റെ പേരിലുള്ള വീടും സ്ഥലമൊക്കെ വിൽക്കാനായി മേയറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ മേയർ അത്യാവശ്യം ധനികനാണ്. അദ്ദേഹമാണ് നാട്ടിൽ പ്രധാനമായിട്ടും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്നത്. ഇത് കൂടാതെ അദ്ദേഹത്തിന് ശവപ്പെട്ടി കച്ചവടം കൂടിയുണ്ട്. ശവപ്പെട്ടി കച്ചവടം എന്ന് പറയുന്നത് അവിടെ നല്ലൊരു ബിസിനസ് തന്നെയാണ്. കാരണം ഡെലാറിയോ ഒരുപാട് പേരെയാണ് അവിടുന്ന് കൊന്നു കളയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ശവപ്പെട്ടി വിൽക്കുന്നത് ഈ മേയറാണ്. അപ്പോൾ മേയറിന്റെ അടുത്ത് സ്ഥലം വിൽക്കാനായി ജോൺ ചെന്നപ്പോൾ വളരെ തുച്ഛമായ തുകയാണ് മേയർ ജോണിനോട് പറഞ്ഞത്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്,
ഡെലേറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഇവിടുത്തെ റെന്റ് എല്ലാം അദ്ദേഹം കൂട്ടി. സോ ആരുടെ കയ്യിലും പണമില്ല. ഡെലേറിയോ കൊലയാളിയെ കണ്ടുപിടിക്കുന്നത് വരെ നീ കാത്തു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് നിന്റെ വീടിനും സ്ഥലത്തിനും നല്ല തുക കിട്ടും എന്ന് മേയർ പറയുകയാണ്. അപ്പോൾ ജോണിന് മനസ്സിലായി ജോൺ കൊന്നത് ഡെലേറിന്റെ സഹോദരനെയാണ് എന്ന്. നിങ്ങൾ പറഞ്ഞ തുകക്ക് ഞാൻ വിൽക്കാൻ തയ്യാറാണ് മേയറിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ മേയറിന് ചെറിയ പന്തികേട് തോന്നി. എന്തായാലും മേയർ സ്ഥലവും വീടും വാങ്ങി അതിന്റെ അഗ്രിമെന്റ്സ് ഒക്കെ ജോൺ സൈൻ ചെയ്തു. ജോണിന് കാശും കൊടുത്തു. കാശ് നിന്റെ ബൂട്ട്സിൽ വെക്കുന്നതാണ് നല്ലത്, അതാണ് സേഫ് എന്ന് മേയർ പറഞ്ഞു. അങ്ങനെ പണം ജോൺ തന്റെ ബൂട്ട്സിന്റെ അകത്തായിട്ട് വെക്കുകയാണ്. ജോൺ തന്റെ കുതിരയുമായി അവിടുന്ന് പോകാനായി നിൽക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് കുറച്ചു പേര് തന്റെ അടുത്തേക്ക് തോക്കുമായി വരുന്നുണ്ട് എന്ന് ജോൺ ശ്രദ്ധിച്ചു. പെട്ടെന്ന് കുതിരപ്പുറത്ത് കയറി ജോൺ പോകാനായി ശ്രമിച്ചു. അപ്പോൾ തന്റെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വന്ന് വളയുന്നുണ്ട്. അതായത് മേയറിനെ ജോൺ ആണ് കൊലയാളി എന്ന് മനസ്സിലായി. മേയർ ആ വിവരം ഓഫീസറിനെ അറിയിച്ചിരുന്നു. അങ്ങനെ ഓഫീസേഴ്സ് ഇവിടെ ജോണിന്റെ കാലിൽ വെടിവെച്ചുകൊണ്ട് ജോണിനെ പിടികൂടുകയാണ്. അങ്ങനെ അവര് ജോണിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ജോൺ സ്റ്റേഷനിലെ സെല്ലിൽ കിടക്കുമ്പോൾ ദാണ്ടെ ഓഫീസേഴ്സ് ജോണിന്റെ സഹോദരൻ പീറ്ററിനെയും പിടികൂടി വരുന്നു. പീറ്ററിനെ പിടികൂടാനെ പോയ ഈ ഓഫീസറിന്റെ കോലം നിങ്ങൾ നോക്കി. പീറ്ററിനെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പീറ്റർ അവനിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അവന്റെ കണ്ണും താടിയാലൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും ഓഫീസറിനോട് ജോൺ കുറ്റം ഏറ്റുപറയുകയാണ്. അതായത് എന്റെ സഹോദരനെ വെറുതെ വിട്ടേക്ക്, അവൻ ഇതിൽ ഒരു പങ്കുമില്ല, ഞാനാണ് കൊന്നത്. അങ്ങനെ അടുത്ത ദിവസം ജോണിനെ ഡെലൂറിന്റെ ആൾക്കാർ വന്ന് സെല്ലിൽ നിന്ന് പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ സ്റ്റേഷന്റെ പുറത്ത് വെച്ച് അവര് ജോണിനെ വളരെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം അവനെ കെട്ടിയിട്ട് കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നത് കാണാം. ഇതൊക്കെ മിസ്സിസ് വിസ്ലർ സങ്കടത്തോടെ നോക്കുന്നത് കാണാം. സോ ഇവിടെ ഡെലിവറിന്റെ സ്ഥലത്തേക്ക് അവര് ജോണിനെ കുതിരപ്പുറത്ത് കെട്ടിയിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ ഒരു തൂണിൽ ജോണിന്റെ കൈകൾ മുകളിലേക്ക് കെട്ടിയിട്ടു. അവിടത്തേക്ക് ജോണിനെ കാണാനായി ഡെലിവറും പോളിന്റെ ഭാര്യയും വന്നു. ദാ കാണ് നിന്റെ ഭർത്താവിനെ കൊന്ന കൊലയാളി എന്ന് ഡെലിവർ മെഡലിനോട് പറഞ്ഞപ്പോൾ ജോൺ പുള്ളിക്കാരിയോട് പറയാണ്, നിങ്ങളുടെ ഭർത്താവ് എന്റെ 10 വയസ്സുള്ള മകനെ കൊന്നു കളഞ്ഞു, എന്റെ ഭാര്യയെ പീഡിപ്പിച്ചു കൊന്നു. അപ്പോൾ ഇത് കേട്ട് ഡെലിവർ ദേഷ്യം വന്നിട്ട് ജോണിന്റെ മുഖത്തടിച്ചുകൊണ്ട് നിന്നോട് ഇതൊന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. എന്തായാലും ജോൺ ഈ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ മെഡലിന അവിടുന്ന് നടന്നു പോകുന്നതായി കാണാം. പുള്ളിക്കാരിക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ചത്തത് എന്ന്. സോ ഇവിടെ ഡെലിവർ ജോണിനെ വെടിവെച്ച് കൊല്ലും എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഡെലിവർ ജോണിനെ ക്രൂരമായി വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കാതെ അവിടെ കെട്ടിയിട്ടിടുകയാണ്, അങ്ങനെ ചാവാൻ വേണ്ടി. അതാണ് ഡെലിവർ ജോണിന് വിധിച്ച ശിക്ഷ. അവന് പട്ടിണി കിടന്ന് നരകിച്ച് ചാവണം, എന്റെ സഹോദരൻ ചത്തതുപോലെ. സോ ഇവിടെ അടുത്ത ദിവസം ജോണിനെ ഒറ്റിക്കൊടുത്ത മേയർ അവിടെ ജോണിനെ കാണാനായി വരുന്നത് കാണാം. അയ്യോ പാവം, ജോണിന്റെ ദയനീയാവസ്ഥ കണ്ട് സങ്കടപ്പെടാനായിരിക്കും അദ്ദേഹം വന്നത് എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അദ്ദേഹത്തിന് അറിയാം ജോണിന്റെ ബൂട്ട്സിന്റെ അകത്ത് കാശ് ഇരിപ്പുണ്ട് എന്ന്. അദ്ദേഹം ഡെലിവറിനോട് ചോദിക്കാണ്, ഞാൻ ഇവന്റെ ബൂട്ട്സ് എടുത്തോട്ടെ എന്ന്. എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഡെലിവർ സമ്മതം കൊടുത്തു. ചാവാനായി പോകുന്ന നിനക്ക് എന്തിനാണ് ഇനി ഇത് എന്ന് ജോണിനോട് പറഞ്ഞുകൊണ്ട് മേയർ ജോണിന്റെ ബൂട്ട്സ് അഴിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ്. സോ ഇവിടെ സ്റ്റേഷനിലെ സെല്ലിരിക്കുന്ന പീറ്ററിനെ കാണാം. സ്റ്റേഷനിലെ ഡ്യൂട്ടി ചെയ്യുന്ന ഓഫീസർ വേറെ ആരുമല്ല, പീറ്റർ മർദ്ദിച്ച ഓഫീസറാണ്. അപ്പോൾ അവിടെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഈ സമയം പീറ്റർ ചെയ്തതെന്ന് വെച്ചാൽ സെല്ലിന്റെ കമ്പിയിൽ ചാരി ഇരിക്കുകയാണ്. അതിനുശേഷം ഒരു ലോഡ് ഇൻസൾട്ടാണ് പീറ്റർ ആ ഓഫീസറിന് കൊടുക്കുന്നത്. നീ കല്യാണം കഴിച്ചതാണോ? കഴിച്ചെങ്കിൽ നിനക്ക് കൊള്ളാം, കാരണം ഇനി നിന്റെ ഈ മോന്ത വെച്ചുകൊണ്ട് ആരും നിന്നെ സ്വീകരിക്കാനായി പോകുന്നില്ല. എന്തിന് നിന്റെ പെറ്റ സ്വന്തം തള്ള പോലും നിന്നെ ഈ മോന്തയും വെച്ച് തിരിഞ്ഞു നോക്കത്തില്ല, അത്രയ്ക്കും വിരൂപമാണ് നീ. അതിനുശേഷം പീറ്റർ ആ ഓഫീസറിന്റെ അമ്മയെക്കുറിച്ചും വളരെ മോശമായിട്ട് പറയുകയാണ്. അദ്ദേഹത്തെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പീറ്റർ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ദേഷ്യം പിടിച്ച ആ ഓഫീസർ പീച്ചറിനെ തല്ലാനായി അങ്ങോട്ടേക്ക് വരുമ്പോൾ പീച്ചർ പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ആ ഓഫീസറിന്റെ കാല് പിടിച്ച് വലിക്കുകയാണ്. അതായത് ഇവിടെ പീറ്റർ ആ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ ഡെലിവർ പോളിന്റെ ഭാര്യയെ ബലമായി പിടിച്ച് തന്റെ റൂമിൽ കൂട്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ആഗ്രഹവും ഡെലിവർ നിറവേറ്റി. മെഡലിനെ ഉപദ്രവിച്ചുകൊണ്ടൊക്കെയാണ് ഡെലിവർ മുറിയിലേക്ക് കൊണ്ടുപോയത്. പുള്ളിക്കാരിയുടെ മുഖത്ത് മുറിവേറ്റതായിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാം. സോ ഇവിടെ പീറ്റർ ജോണിനെ കെട്ടിയിട്ട ആ സ്ഥലത്ത് ജോണിനെ രക്ഷപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്.
പക്ഷെ ആ സ്ഥലത്തുനിന്ന് ജോണിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ പീറ്റർ ഒച്ച വെക്കാതെ അവിടെ കാവൽ നിൽക്കുന്നവരൊക്കെ കത്തികൊണ്ട് കുത്തി കൊല്ലുകയാണ്. അങ്ങനെ ഫൈനലി പീറ്റർ ജോണിന്റെ കെട്ടൊക്കെ കത്തികൊണ്ട് മുറിക്കുകയും ജോണിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയുമാണ്. പീറ്റർ ജോണിനെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ജനാലയിലെ കൂടി മെഡലേനെ കാണുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി അത് നോക്കി നിൽക്കുകയാണ്. കാരണം മെഡലിനൊക്കെ അറിയാം അവരുടെ ഭാഗത്താണ് ന്യായമെന്ന്. എന്തായാലും പീറ്റർ ജോണിനെ എടുത്തുകൊണ്ട് പോകുന്നത് കുറച്ച് കാവൽക്കാര് കണ്ടു. അവരങ്ങനെ ഒച്ച വെച്ചപ്പോൾ പീറ്റർ തന്റെ തോക്കെടുത്ത് അവരെ വെടിവെക്കുകയാണ്. അങ്ങനെ വെടിവെച്ച് കേട്ട് ഡെലിയൂറും പുറത്തു വന്നു. അവര് പീറ്ററിനെ വെടിവെക്കാനായി ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും പീറ്റർ ജോണുമായി കുതിരപ്പുറത്തുനിന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. തന്റെ ആൾക്കാരോട് കുതിരയുമായി വന്ന് അവരെ പിടികൂടനെ ഡെലിയൂർ നിർദ്ദേശിച്ചു. അങ്ങനെ പീറ്ററിനെ പിടികൂടനെ അവരൊക്കെ കുതിരപ്പുറത്ത് പോകുന്നത് കാണാം. അവർ ഇവരെ പിടികൂടാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ പീറ്റർ ജോണിനെ സേഫായ ഒരു സ്ഥലത്ത് കിടത്തിക്കൊണ്ട് ജോണിന്റെ അടുത്ത് തോക്കും വെച്ചിട്ട് പീറ്റർ കുതിരപ്പുറത്ത് പോവുകയാണ്. അതായത് താൻ പിടിക്കപ്പെട്ടാലും സാരമില്ല, ജോൺ രക്ഷപ്പെടണം എന്നാണ് സഹോദരൻ പീറ്ററിനുള്ളത്. അടുത്ത ദിവസം ജോൺ കണ്ണു തുറന്നപ്പോൾ ജോൺ അവിടെ കുറച്ച് വെള്ളം കണ്ടു. അത് നല്ല വെള്ളമല്ല, എന്നാൽ ജോൺ ദാഹിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. ഈ സമയത്ത് ജോൺ കുതിരപ്പുറത്ത് ഡെലിയൂറിന്റെ ആൾക്കാരെയും ദൂരെ കാണുന്നുണ്ട്. തോക്കും പിടിച്ചുകൊണ്ട് ജോൺ ഒളിച്ചു നിന്ന് അവരെ നോക്കുകയാണ്. അപ്പോൾ ജോൺ കാണുന്ന കാഴ്ച അവന്മാരെ തന്റെ സഹോദരൻ പീറ്ററിനെ കൊന്നിട്ട് കുതിരയെ കൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇത് കണ്ടപ്പോൾ ജോണിന് കൂടുതൽ ദേഷ്യവും സങ്കടവും വന്നു. കാരണം ഇപ്പോൾ ജോണിന് ആകെയുള്ളത് ജോണിന്റെ സഹോദരൻ പീറ്റർ മാത്രമായിരുന്നു. പീറ്ററിനെയും അവന്മാര് കൊന്നുകളഞ്ഞു. അവരോട് പ്രതികാരം ചെയ്തേ മതിയാവൂ എന്ന് ജോണിന് വാശിയായി. പക്ഷെ ഈ അവസ്ഥയിൽ ജോണിന് അവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ജോൺ അത്രയും ക്ഷീണിച്ച് അവശനായിട്ടുണ്ട്. ഡെലിയൂർ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവിടെ കാവൽക്കാരൊക്കെ വെടിയേറ്റ് ചത്തിരിക്കുന്നു. ആരാണ് ഇവരെയൊക്കെ കൊന്നത് എന്ന് ഡെലിയൂർക്ക് മനസ്സിലാവുന്നില്ല. റൂമിൽ കയറി നോക്കിയപ്പോൾ ലോക്കർ തുറന്ന് കിടപ്പുണ്ട്. അതിൽ വെച്ചിരിക്കുന്ന പണമൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ലോക്കറിന്റെ താക്കോലുള്ളത് മെഡലേനയുടെ കയ്യിലാണ്. അപ്പോൾ ഡെലിയൂർക്ക് മനസ്സിലായി മെഡലേനയാണ് ഇത് ചെയ്തത് എന്ന്. അതായത് പുള്ളിക്കാരിക്കറിയാം ഇനിയും ഈ നാട്ടിൽ നിന്നാല് ഡെലിയൂറിന്റെ പീഡനം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് മെഡലേന കാശുമായി നാട് വിടാനായി തീരുമാനിച്ചു, സമാധാനത്തോടെ ജീവിക്കാൻ. റെയിൽവേ സ്റ്റേഷനിലെത്തി നാട് വിടാനായി ട്രെയിനിൽ കയറിയിരുന്നു. എന്നാൽ ട്രെയിൻ വിട്ടപ്പോൾ മെഡലേന ഡെലിയൂറിന്റെ ആൾക്കാര് ട്രെയിനിന്റെ അടുത്തേക്ക് കുതിരപ്പുറത്ത് വരുന്നതായി കണ്ടു. പെട്ടെന്ന് ട്രെയിൻ നിൽക്കുകയും ചെയ്തു. അങ്ങനെ മെഡലേന അവര് കാണാതെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മെഡലേന ഡെലിയൂറിന്റെ ആൾക്കാരുടെ പിടിയിലായി. ഈ കാണുന്ന വീട് മിസ്സിസ് വിസ്ലറിന്റേതാണ്. അപ്പോൾ പുള്ളിക്കാരി വീട്ടിന്റെ പുറത്തിരിക്കുമ്പോൾ പുള്ളിക്കാരി കാണുന്നത് ഒരാൾ തോക്കുമായി തന്റെ വീട്ടിന്റെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അത് ജോൺ ആണ്. പുള്ളിക്കാരി അദ്ദേഹം അവിടെ അറ്റാക്ക് ചെയ്യാനായി വരുന്നതാണ് എന്ന് കരുതിയിട്ട് തോക്ക് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ജോൺ തോക്ക് നിലത്തിട്ടു. എന്നിട്ട് ജോൺ അവിടെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയാണ്. ഹേ മിസ്റ്റർ, ആ വെള്ളം കുടിക്കേണ്ട, അത് നല്ല വെള്ളമല്ല എന്ന് മിസ്സിസ് വിസ്ലർ ജോണിനോട് പറഞ്ഞു. മിസ്സിസ് വിസ്ലർ നല്ലൊരു സ്ത്രീയാണ്. പുള്ളിക്കാരി ക്ഷീണിതനായ ജോണിന് അവരുടെ വീട്ടിൽ കിടക്കാൻ സ്ഥലം ഒരുക്കി കൊടുത്തു. ജോണിന് ഭക്ഷണവും വെള്ളവും കൊടുത്തു. സോ ഇവിടെ ഡെലിയൂറിന്റെ ആൾക്കാര് മെഡലേനെ പിടിച്ചുകൊണ്ട് ഡെലിയൂറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായി കാണാം. ഡെലിയൂർ പുള്ളിക്കാരിയെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരിയുടെ മുഖത്ത് തന്നെ ദേഷ്യത്തോടെ അടിച്ചു. നിന്നെ കൊണ്ടുള്ള എന്റെ ആവശ്യം കഴിഞ്ഞാല് നിന്നെ ഞാൻ കൊന്നുകളയുമെന്നും ഡെലിയൂർ മെഡലേനോട് പറയുന്നുണ്ട്. സോ ഇവിടെ മേയർ ശവപ്പെട്ടിയാക്കുന്ന സമയത്ത് അവിടെ മേയറിനെ കാണാനായി വന്നത് ആരാണ് എന്ന് നോക്കൂ. വേറെ ആരുമല്ല, അദ്ദേഹത്തിന്റെ കാലൻ തന്നെയാണ്, നമ്മുടെ ജോൺ. അദ്ദേഹം ജോണിനെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിത്തെറിച്ചുപോയി. ജോൺ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, എന്റെ ബൂട്ട്സ് എവിടെ? ഓ, അതെന്റെ അടുത്തുണ്ട്, ഇതാ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ജോണിന്റെ ബൂട്ട്സും പണവും തിരികെ നൽകി. അതിനുശേഷം ജോൺ മേയറിനോട് അദ്ദേഹം ഉണ്ടാക്കുന്ന ശവപ്പെട്ടിയിൽ കയറി കിടക്കാനായി പറയുകയാണ്. ജോൺ പ്ലീസ് നീ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ജോൺ അദ്ദേഹത്തെ അടിച്ചിട്ട് ഒച്ചത്തിൽ ശവപ്പെട്ടിയിൽ കയറാനായി പറയുകയാണ്. അങ്ങനെ മേയർ ശവപ്പെട്ടിയിൽ കയറി കിടന്നു. അതിനുശേഷം ജോൺ ചെന്നത് വോയ്ചേക്കിന്റെ കടയിലാണ്. തനിക്ക് വേണ്ടുന്ന ആയുധങ്ങളും ബുള്ളറ്റ്സും കത്തിയും തോക്കൊക്കെ വാങ്ങാനായി. തന്റെ വീടും സ്ഥലവും വിറ്റ ആ കാശ് കൊണ്ട് മുഴുവനും ജോൺ തനിക്ക് വേണ്ടുന്ന ആയുധങ്ങളൊക്കെ അവിടുന്ന് വാങ്ങുകയാണ്.
അടുത്ത ദിവസം ഇവിടെ ഡെലിയൂറിന്റെ സ്ഥലത്തേക്ക് ഒരു കുതിരയിൽ ഒരു ശവപ്പെട്ടി വരുന്നതായി അവര് കണ്ടു. ഡെലിയൂർ അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ വെടികൊണ്ട് ചത്ത മേയറിന്റെ ഡെഡ് ബോഡിയാണ്. അതിനുശേഷം ഡെലിയൂർ കാണുന്നത് തന്റെ ഓരോ ആൾക്കാരും വെടികൊണ്ട് ചാവുന്നതാണ്. എന്നാൽ ആരാണ് വെടിവെക്കുന്നത്, എവിടുന്നാണ് വെടിവെക്കുന്നത് എന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ദാ ഇവിടെ ഒരു സ്ഥലത്ത് താഴെ ഒളിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ജോൺ തുരുതുര വെടിവെച്ച് ഡെലിയൂറിന്റെ ആൾക്കാരെ കൊന്നുകളയുന്നു. ഒരാളെ പോലും ജോൺ ബാക്കി വെക്കുന്നില്ല. അപ്പോൾ വെടിശബ്ദം കേട്ടപ്പോൾ മെഡലിനക്ക് മനസ്സിലായി ഇതാണ് രക്ഷപ്പെടാനുള്ള തക്ക സമയമെന്ന്. പുള്ളിക്കാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഡെലിയൂറിന്റെ ഒരാള് പുള്ളിക്കാരിയെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നാൽ അവനെയും ജോൺ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ ഈ സമയം ആരാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പുള്ളിക്കാരി കണ്ടു. അതായത് ജോണിനെ പുള്ളിക്കാരി കാണുകയാണ്. അങ്ങനെ ഇവിടെ ഉഗ്രൻ ഷൂട്ട് ഔട്ട് തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഫൈനലി എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഡെലിയൂർ ജോണിന്റെ കാലിൽ വെടിവെക്കുകയാണ്. ജോൺ അവിടെ വീണു. നീ എന്റെ ആളുകളെ കൊന്ന് ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് നീ കരുതിയോ? അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ച് വീണ് കിടക്കുന്ന ജോണിന്റെ അടുത്തേക്ക് ഡെലിയൂർ ചെല്ലുകയാണ് ജോണിനെ കൊല്ലാനായി. എന്നാൽ പെട്ടെന്ന് ആരോ ഡെലിയൂറിനെ പിന്നിൽ നിന്ന് വെടിവെച്ചു. അത് വേറെ ആരുമല്ല, മെഡലേനയാണ്. ആദ്യത്തെ വെടി പുള്ളിക്കാരിയാണ് വെച്ചത്. അതിനുശേഷം കാലിൽ വെടികൊണ്ട് വീണ് കിടക്കുന്ന ജോൺ എഴുന്നേറ്റ് നിന്നു തന്റെ പ്രതികാരം വീട്ടുകയാണ്. ഡെലിയൂറിന്റെ തലയിൽ തന്നെ വെടിവെച്ച് അവനെ അങ്ങ് കൊന്നുകളഞ്ഞു. അതിനുശേഷം മെഡലേന ജോണിന് നേർക്ക് തോക്ക് ചൂണ്ടുന്നത് കാണാം. ജോണും പുള്ളിക്കാരിയുടെ നേർക്ക് തോക്ക് ചൂണ്ടുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ഒരേ സമയം തോക്ക് താഴ്ത്തുകയാണ്. സോ ഇവിടെ കഥയുടെ അവസാനം ജോൺ ഈ നാട് വിടുകയാണ് സമാധാനത്തോടെ ജീവിക്കാൻ. അവിടെ ഓഫീസേഴ്സ് വന്നു. അപ്പോൾ അവിടുന്ന് മെഡലേന ഇറങ്ങി വരികയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഒന്നിച്ച് ഈ ഓഫീസേഴ്സിന്റെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. മര്യാദക്ക് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്ന് ജോൺ പറഞ്ഞു. അങ്ങനെ വേറെ വഴിയില്ലാതെ ഓഫീസേഴ്സ് അവരെ വെറുതെ വിട്ടുകൊണ്ട് പോവുകയാണ്. കഥയുടെ ക്ലൈമാക്സിൽ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ ജോൺ ഒറ്റക്കല്ല ഇനി മുതൽ ജോണിന്റെ കൂടെ മെഡലേന ഉണ്ടാവും. അങ്ങനെ അവസാനം അവര് രണ്ടുപേരും ഒന്നിച്ച് ഈ നാട് വിട്ട് സമാധാനപരമായി ജീവിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് കുതിരപ്പുറത്ത് യാത്ര പുറപ്പെട്ടു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.